ഓരോ ദിവസവും നല്ല നല്ല മെമ്മറീസ് ആണല്ലേ. അതെ, ഇന്ന് ഞാൻ രാവിലെ മാങ്ങ പറിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. 2 മാങ്ങ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചമ്മന്തി അരയ്ക്കാൻ ഓർത്തിട്ടായിരുന്നേ. അപ്പം അങ്ങനെ പോയ വഴിക്ക് ഞാൻ വേറൊരു കാര്യം കണ്ടിട്ടുണ്ടായിരുന്നേ, മഞ്ഞൾ. ഈ മഞ്ഞൾ കണ്ടില്ലേ, നോർമൽ മഞ്ഞൾ ഇരിക്കുന്ന പോലെയല്ല. നോർമൽ മഞ്ഞളാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ ആകൃതിയാണ് ഒരു കൈയുടെ വിരലൊക്കെ ഇരിക്കുന്നില്ല, അതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്ന 2 മാങ്ങയിൽ ഒരെണ്ണം പഴുത്തായിരുന്നു. അപ്പോൾ എനിക്ക് ഒരെണ്ണം മാത്രമാണ് ചമ്മന്തി അരയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഉടനെ തന്നെ ഒരു ആപ്പിളും ചെത്തി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിശന്നാലോ എന്ന് ഓർത്തിട്ട് ഞാൻ 2 പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പറമ്പിൽ പോയപ്പം മാങ്ങ പൊട്ടിക്കാൻ പോയപ്പോൾ എനിക്കൊരു മയിൽപ്പീല് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ റൂണിനെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഒരു ഹോബിയാണ്. ഞങ്ങളിപ്പോൾ ഇങ്ങനെ തിക്ക് ഫ്രണ്ട്സ് ആയതുകൊണ്ട് എന്നെ അങ്ങനെ ഉപദ്രവിക്കാനൊന്നും വരാറില്ല. കഴിഞ്ഞ ദിവസം എനിക്ക് ചെറിയൊരു മാന്ത കിട്ടിയായിരുന്നു, വേറൊന്നും കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ കുത്തിവയ്പ്പൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഈ റൂണി ഉള്ളതുകൊണ്ട് സമയം പോകുന്ന കാര്യം അറിയുന്നില്ല കേട്ടോ. നമുക്കിങ്ങനെ ഒറ്റപ്പെടലും കാര്യങ്ങളൊന്നും ഉണ്ടാകാറില്ല. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒറ്റപ്പെടൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സൈക്കിൾ മേടിച്ചാൽ മതി. ഇപ്പോൾ 2 പെടലായിട്ടുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒറ്റപ്പെടലും കാര്യങ്ങളും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കയറി വരുമ്പോൾ ഒരു വ്യൂ ആണ്. നല്ലൊരു പെയിൻറ്റിങ് ആണ്. ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹത്തിൽ ചേട്ടൻ ചെയ്ത് വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടു. ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ്, ആ ഒരു ടൈല് ഇളകി പോന്നിട്ടുണ്ട്. ആ ഒരു ആർട്ട് ചെയ്ത ആർട്ടും അവിടെ തന്നെ ഉള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ചെന്ന് ചോദിച്ചപ്പം ഞാൻ തന്നെ ചെയ്തെന്നുള്ള കുറ്റസമ്മതത്തിലോടാണ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, ചെയ്തു പോയില്ലേ, നമുക്കതിനെ ഒട്ടി ചോദിച്ചാൽ പോരെ. ഇവിടെ തൃശ്ശൂർ പുറത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ചൂടൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലെ തണ്ണിമത്തനൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പെട്ടെന്ന് വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ വീട്ടിലുള്ള 2 കുഞ്ഞു പിള്ളേരാണ്. അപ്പോൾ അവരുടെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കണ്ണിലൊരു കാര്യം പെട്ടിട്ടുണ്ടായിരുന്നു. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കഴിഞ്ഞ ദിവസം അമ്പലത്തിലൊരു പൂരത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്ന കാര്യമാണ് ഇത്. നമ്മുടെ സ്മൈലി ഇല്ലേ, അത് നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഈ അച്ചുകുത്താന്ന് പറയില്ലേ, അത് തന്നെ സംഭവം. ഇപ്പോൾ ഫോണും ടി വിയും മാത്രം നോക്കി ഇരിക്കുന്ന കുറേ കുട്ടികളുണ്ടല്ലേ. അപ്പോൾ അവരെ പോലുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മേടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻ ടൈം കുറച്ച് കുറഞ്ഞ് കിട്ടും. നമ്മുടെ കുട്ടികൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ.